മതനിരപേക്ഷത ഇന്ത്യ അംഗീകരിക്കുമ്പോൾ തന്നെ മതനിരപേക്ഷതയല്ല വേണ്ടത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ് ആവേണ്ടത് എന്ന വാദക്കാരുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായി ഈ പ്രശ്നം ചർച്ച ചെയ്തു. അങ്ങനെയാണ് മതനിരപേക്ഷ രാഷ്ട്രമെന്ന നിലയിലേക്ക് എത്തിയത്. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെല്ലാം അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി. മതനിരപേക്ഷത അംഗീകരിച്ചപ്പോൾ ആ അംഗീകരിച്ച മതനിരപേക്ഷതയെ തള്ളിപ്പറഞ്ഞവർ, ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞവർ ഇന്ത്യയിലുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങൾ സ്വാംശീകരിച്ച ഒന്നാണ്. എന്നാൽ ആ മൂല്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു കൂട്ടരും ആ കാലത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി ഭരണഘടനയെ തന്നെ അവർ അംഗീകരിച്ചിരുന്നില്ല. ഇതെല്ലാം RSS ആണ് ഇത്തരമൊരു നിലപാടെടുത്തത് എന്ന് നാം കാണേണ്ടതുണ്ട്. മതനിരപേക്ഷത അംഗീകരിച്ചില്ല. ഭരണഘടനയോട് തന്നെ, ഭരണഘടനയിൽ മനുവിൻ്റെ സൂക്തങ്ങളല്ല ഉൾക്കൊള്ളിച്ചത്. മനുവിൻ്റെ നിയമമാണ് ഹിന്ദു നിയമം. ഭരണഘടനാ പണ്ഡിതർക്ക് അത് മനസ്സിലാക്കാനായില്ല എന്നെല്ലാം പരസ്യ നിലപാടായിരുന്നു ഭരണഘടനയ്ക്കെതിരെ ഇവർ സ്വീകരിച്ചിരുന്നത്. ആ പ്രവർത്തനങ്ങൾ അവർ തുടർന്നു വന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഈ അഭിപ്രായക്കാരെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. രാജ്യത്തിൻ്റെ ഭരണാധികാരം RSS നിയന്ത്രിക്കുന്ന, BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ കയ്യിലായി. അതോടെ RSS ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ ഇത് RSSൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യം നല്ല ജനാധിപത്യം പുലർന്നൊരു രാജ്യമാണ് എന്നാണ് ഇന്ത്യക്കാർ പൊതുവിൽ അഭിപ്രായപ്പെടാറുള്ളത്. പക്ഷേ ആ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തുള്ള നിയമരീതികളെല്ലാം, നിയമസംഹിതകളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സാധാരണഗതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന്
നമ്മളെല്ലാം കാണുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആ സ്ഥാപനങ്ങളെ കൈപ്പിടിയിലൊതുക്കാനും അവയെ നോക്കുകുത്തികളാക്കി മാറ്റാനും ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്തിനധികം പറയുന്നു, ജുഡീഷ്യറിയെ പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം എന്നത് കേവലമായ ഒരു വാക്കല്ല, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും തൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്, വിവിധ ഭാഷകൾ നിലനിൽക്കുന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വം, ഇതാണ് നാം നേരത്തെ മുതൽ അംഗീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നതിനും അതിൻ്റെ ഭാഗമായുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കാനും അവകാശമുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടന എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ പരിരക്ഷയും നൽകുകയാണ്. ഈ തുല്യതയും പരിരക്ഷയും രാജ്യത്തെ പൗരർക്ക് മാത്രമല്ല, ഭരണഘടനയിൽ ഉപയോഗിച്ച വാക്ക് ഇത് രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നാണ്. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട്. അപ്പോൾ പൗരരായാലും അല്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവർക്കെല്ലാം നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട്. വിശാലമായ ക്യാൻവാസിലാണ് ഈ സ്വാതന്ത്ര്യം എന്ന പദം നാം കാണേണ്ടത്. പക്ഷേ അതോരോന്നോരോന്നായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.